പ്രിയ വിദ്യാർത്ഥികളെ ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രൂപ്പ് തിയറിയിലെ ലാസ്റ്റ് ടോപ്പിക്ക് ദാറ്റ് ഈസ് ഹോമോമോർഫിസം, ഐസോമോർഫിസം, ഗ്രൂപ്പ് ഹോമോമോർഫിസം, ഗ്രൂപ്പ് ഐസോമോർഫിസം, അതുപോലെ തന്നെ ഇതിനെല്ലാം എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്നെടുക്കാനുള്ളത് അതുമായി ബന്ധപ്പെട്ട കുറച്ച് റിസൾട്ടും നെക്സ്റ്റ് കോസെറ്റ്സ്, നെക്സ്റ്റ് ലാസ്റ്റ് തിയറും, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് തിയറും വളരെ ഇമ്പോർട്ടൻ്റ് ആയ തിയറും ലഗ്രാഞ്ചസ് തിയറും. ഇത്രയും ടോപ്പിക്കാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് ചെറിയൊരു റിസൾട്ടും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു തിയറം ഫോമിൽ എഴുതിയിട്ടുള്ള ഒരു റിസൾട്ടാണ്. എവരി സബ് ഗ്രൂപ്പ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഈസ് സൈക്ലിക്. എവരി സബ് ഗ്രൂപ്പ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഈസ് സൈക്ലിക്. പക്ഷേ ചോദ്യം ഇങ്ങനെ ആയിരിക്കും, പ്രൂവ് ദാറ്റ് എവരി സബ് ഗ്രൂപ്പ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഈസ് സൈക്ലിക്. ഇതിൻ്റെ മുന്നേ കുറേ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യനാണ് ഈ ഒരു തിയറം. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എവരി സബ് ഗ്രൂപ്പ്, ഒരു സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഏതൊരു സബ് ഗ്രൂപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും അത് സൈക്ലിക് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. എന്താണ് സൈക്ലിക് ഗ്രൂപ്പ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൈക്ലിക് ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പ് സൈക്ലിക് എന്ന് പറയണമെങ്കിൽ ആ ഗ്രൂപ്പിൽ അറ്റ്ലീസ്റ്റ് ഒരു എലമെൻ്റ് ഉണ്ടായിരിക്കണം സച്ച് ദാറ്റ് ആ എലമെൻറ്റ് ബാക്കി എല്ലാ എലമെൻറ്റ്സിനെയും ജനറേറ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരു എലമെൻറ്റ്സ് ഗ്രൂപ്പിലുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് സൈക്ലിക് ഗ്രൂപ്പ്. ഫോർ എക്സാമ്പിൾ Z3 അഡീഷൻ മോഡുലോ 3. ഈ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് Z3 പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് Z3 ഈക്വൽ ടു സെറ്റ് Z0 1 2. അഡീഷൻ മോഡുലോ 3 എന്താണ് ഓപ്പറേഷൻ നിങ്ങൾക്കറിയാം, അഡീഷൻ മോഡുലോ 3. ഇനി ഇവിടെ 1 എന്ന എലമെൻറ്റ് നമ്മൾ ഇങ്ങനെയാണ് ജനറേറ്റർ ഓഫ് 1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ജനറേറ്റർ ഓഫ് 1 പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് 1 സ്ക്വയർ 1 ക്യൂബ് 1⁴ എക്സെട്ര. ഇതെല്ലാം എന്താണ് ഈ 1 എന്ന എലമെൻ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്ത് എടുക്കുന്ന എലമെൻറ്റ്സാണ്. എന്താണ് 1 പറഞ്ഞു കഴിഞ്ഞാൽ 1. നെക്സ്റ്റ് 1 സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ 1 പ്ലസ് അഡീഷൻ മോഡുലോ 3 1. 1നെ 2 പ്രാവശ്യം ഓപ്പറേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 1 അഡീഷൻ മോഡുലോ 3 1. ദാറ്റ്സ് ഈക്വൽ ടു 2. 1 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. നെക്സ്റ്റ് എന്താണ് 1 ക്യൂബ് പറഞ്ഞു കഴിഞ്ഞാൽ 1 അഡീഷൻ മോഡുലോ 3 1 നെക്സ്റ്റ് അഡീഷൻ മോഡുലോ 3 ദാറ്റ് ഈസ് 1. ദാറ്റ് ഈക്വൽ ടു 3 പ്രാവശ്യം ഈ ഓപ്പറേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 3. 1 പ്ലസ് 1 പ്ലസ് 1 ദാറ്റ് ഈസ് 3. 3യുടെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 0 ആയിരിക്കും. എന്ത് കിട്ടുക? 1 ക്യൂബ്. എന്തൊക്കെ നമുക്ക് കിട്ടി? ദാറ്റ് ഈസ് 1 പവർ 1 1, 1 പവർ 2 2, 1 പവർ 3 0. ദാറ്റ് ഈസ് നമുക്ക് കിട്ടിയ എലമെൻറ്റ്സ് 1 കിട്ടി, നെക്സ്റ്റ് 2 കിട്ടി, 0 കിട്ടി, അല്ലേ? സെറ്റിലെ ഗ്രൂപ്പിലെ എല്ലാ എലമെൻറ്റ്സും കിട്ടി. ദെർഫോർ 1 എന്താണ്? ഒരു ജനറേറ്റർ. ഏതാണ് 1⁴? 1⁴ പറഞ്ഞു കഴിഞ്ഞാൽ 1 അഡീഷൻ മോഡുലോ 3 1 അഡീഷൻ മോഡുലോ 3 1 അഡീഷൻ മോഡുലോ 3 4 പ്രാവശ്യം എന്ത് ചെയ്യുക? 1നെ ഓപ്പറേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഇത്രയും നമുക്ക് തൊട്ട് മുന്നേ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 0 ആണ്. 0 പ്ലസ് അഡീഷൻ മോഡുലോ 3 1. ദാറ്റ് ഈസ് 0 പ്ലസ് 1 അഗെയിൻ 1. വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ 1⁴ 1 ആണ്. നെക്സ്റ്റ് 1⁵ 2 ആണ്. അങ്ങനെ പോകും, അല്ലേ? ഒരു സെറ്റ് ആയതുകൊണ്ട് നമുക്ക് ആ റിപ്പീറ്റ് ചെയ്യണ എലമെൻറ്റ്സ് സെറ്റിൽ എഴുതണമെന്നില്ല. ദാറ്റ് ഈസ് 1 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് ആണ് 1 2 0. ദെർഫോർ Z3 എന്താണ്? ഒരു സൈക്ലിക് ആണ്. കാരണം 1 എന്താണ്? ഇവിടെ ജനറേറ്റർ. നെക്സ്റ്റ് 2 എന്ന എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് ഒന്ന് കണ്ടുപിടിക്കാം. ഏതൊക്കെയാണ് 2 എന്ന എലമെൻറ്റ്സ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ്? ദാറ്റ് ഈസ് 2 പവർ 1 2 സ്ക്വയർ 2 ക്യൂബ് 2⁴ എക്സെട്ര. ഇങ്ങനെ പോകും, അല്ലേ? എന്താണ് 2 പവർ 1? ദാറ്റ് ഈസ് 2 പവർ ഈക്വൽ ടു 2. നെക്സ്റ്റ് എന്താണ് 2 സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ 2 അഡീഷൻ മോഡുലോ 3 2. ദാറ്റ്സ് ഈക്വൽ ടു 4 വരും. 2 പ്ലസ് 2 ദാറ്റ്സ് ഈക്വൽ ടു 4. 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡർ ആണ് നമ്മൾ ഇവിടെ ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. ദാറ്റ് ഈസ് 4ൽ നിന്ന് 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു അഡീഷൻ മോഡുലോ 3 ദാറ്റ് ഈസ് 4 അഡീഷൻ മോഡുലോ 3 ആണ് 1 ആണ്.
നെക്സ്റ്റ് എന്താണ് 2 ക്യൂബ്? 2 ക്യൂബ് ദാറ്റ് ഈസ് 2 അഡീഷൻ മോളിൽ 3 2 അഡീഷൻ മോളിൽ 3 2 അഡീഷൻ ഓക്കെ 3 പ്രാവശ്യം. ദാറ്റ് ഈസ് 2 + 2 + 2 ദാറ്റ് ഈസ് 6. 6 3യുടെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 0 ആയിരിക്കും. നമുക്ക് കംപ്ലീറ്റ് എലമെൻറ്റ്സ് കിട്ടി അല്ലേ? 2 വന്നു, 1 വന്നു, 0 വന്നു. Therefore generator of 2, generating elements of 2 that is 0 1 2. Therefore 2 എന്താണ്? ഇതിൻ്റെ ഒരു ജനറേറ്ററാണ്. അപ്പോൾ ഇവിടെ 1 എന്ന എലമെൻറ്റ് ജനറേറ്ററാണ്. അത് തന്നെയാണ് 2 എന്ന എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സെറ്റ് ദാറ്റ് ഈസ് Z3. Therefore Z3 എന്താണ്? ഒരു സൈക്ലിക് ഗ്രൂപ്പാണ്. ഓക്കെ, എന്താണ് സൈക്ലിക് ഗ്രൂപ്പ് വീണ്ടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ എന്നുള്ളൂ. നമുക്ക് ഇനി വേണ്ടത് ഏത് സൈക്ലിക് സബ് ഗ്രൂപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഏതൊരു സൈക്ലിക് ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും അത് സൈക്ലിക് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് G* ബി എ സൈക്ലിക് ഗ്രൂപ്പ്. എച്ച് ജിയുടെ ഒരു സബ് ഗ്രൂപ്പ് ആണെങ്കിൽ ദാറ്റ് ഈസ് എച്ച് സബ്സെറ്റ് ഓഫ് ജി, H* ആൾസോ സൈക്ലിക് സബ് ഗ്രൂപ്പ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഏതൊരു സൈക്ലിക് ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് ആ സബ് ഗ്രൂപ്പ് സൈക്ലിക് ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം? ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഒരു ആർബിറ്ററി സെറ്റ്, ഒരു ആർബിറ്ററി സൈക്ലിക് ഗ്രൂപ്പ് G* എന്നെടുക്കും. ദാറ്റ് ഈസ് ഏതൊരു സൈക്ലിക് സബ് ഗ്രൂപ്പിൻ്റെ ഏതൊരു സൈക്ലിക് ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പ് സൈക്ലിക് ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ആർബിറ്ററി സൈക്ലിക് ഗ്രൂപ്പ് എടുക്കും, അതിൻ്റെ ഒരു ആർബിറ്ററി സബ് ഗ്രൂപ്പ് എടുക്കും, എന്നിട്ട് ഈ സബ് ഗ്രൂപ്പ് സൈക്ലിക് ആണ് എന്ന് പ്രൂവ് ചെയ്യും. ഓക്കെ, പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ലെറ്റ് G* ബി എ സൈക്ലിക് ഗ്രൂപ്പ്. ലെറ്റ് G* ബി എ സൈക്ലിക് ഗ്രൂപ്പ്. സൈക്ലിക് ഗ്രൂപ്പ് ആയതുകൊണ്ട് അതിൽ എന്തുണ്ടായിരിക്കും? ഒരു ജനറേറ്റർ ഉണ്ടായിരിക്കും അല്ലേ? സൈക്ലിക് ഗ്രൂപ്പ് ആയതുകൊണ്ട് അതിലൊരു ജനറേറ്റർ ഉണ്ടായിരിക്കും. Therefore നമ്മൾ എടുക്കാൻ പോണത് ലെറ്റ് എ ബിലോങ്സ് ടു ജി ബി എ ജനറേറ്റർ ഓഫ് ജി. ജിയുടെ ജനറേറ്റർ ആയതുകൊണ്ട് ജിയിലെ ഏതൊരു എലമെൻറ്റും നമുക്ക് എന്ത് ചെയ്യാം? എ കൊണ്ട് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, therefore നമുക്ക് ജിനെ ദാറ്റ് ഈസ് ജി എന്ന സെറ്റിനെ ദ ജനറേറ്റിംഗ് സെറ്റ് എ എന്ന് എഴുതാം. കാരണം എ അത് ജിയിലെ ജനറേറ്റർ ആയതുകൊണ്ട് എ വെച്ച് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജിയിലെ എല്ലാ എലമെൻറ്റ്സും കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് എന്താ വേണ്ടേ? ഇതിൻ്റെ ഒരു ആർബിറ്ററി സബ് ഗ്രൂപ്പ് എടുക്കണം. ലെറ്റ് H* ബി എ സബ് ഗ്രൂപ്പ് ഓഫ് G. H* ബി എ സബ് ഗ്രൂപ്പ് ഓഫ് G*. സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് എച്ച് എപ്പോഴും സബ്സെറ്റ് ഓഫ് ജി ആയിരിക്കും അല്ലേ? എന്താണ് സബ് ഗ്രൂപ്പ്? സബ് ഗ്രൂപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ H* G*ൻ്റെ സബ് ഗ്രൂപ്പ് എന്ന് പറയണമെങ്കിൽ എച്ച് എന്തായിരിക്കണം? സബ്സെറ്റ് ഓഫ് ജി ആയിരിക്കണം. സ്റ്റാർ ഇവിടെ ഡിഫൈൻ ചെയ്ത അതേ ഓപ്പറേഷൻ ആയിരിക്കണം ഇവിടെ. നെക്സ്റ്റ് ഇതെന്തായിരിക്കണം? ക്ലോസ്ഡ് ആയിരിക്കണം. ഗ്രൂപ്പിൻ്റെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കാൻ പോണത് H* ബി എ സബ് ഗ്രൂപ്പ് ഓഫ് G*. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? H* സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ അത് പ്രൂവ് ചെയ്യാം? H*ൽ ഇതേപോലെ ഒരു ജനറേറ്റർ ഉണ്ട് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. H*ൽ ഇതേപോലെ ഒരു ജനറേറ്റർ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇഫ് H ഈക്വൽ ടു ദ സിംഗിൾട്ടൺ ഇ, ദാറ്റ് ഈസ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാത്രം എടുത്തു കഴിഞ്ഞാൽ അതൊരു ഗ്രൂപ്പാണ്. ട്രിവിയൽ ഗ്രൂപ്പ് എന്നാണ് അതിന് പറയാം. ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാത്രം എടുക്കുകയാണെങ്കിൽ അതും ഒരു ഗ്രൂപ്പാണ്, കാരണം ക്ലോസ്ഡ് ആണ് അല്ലേ? ഐഡൻറ്റിറ്റി മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് അസോസിയേറ്റീവ് ആണ്, കാരണം ഒറ്റ എലമെൻറ്റേ ഉള്ളൂ. നെക്സ്റ്റ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യേണ്ടത് ഏതാണ്? ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇൻവേഴ്സ് ദാറ്റ് എലമെൻറ്റ് തന്നെ, ദാറ്റ് ഈസ് ഇ, അതിൻ്റെ തന്നെ ഇൻവേഴ്സ് ആണ്. അപ്പോൾ എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? H= E ആണെങ്കിൽ H* ഇതെന്താണ്? ഇത് സബ് ഗ്രൂപ്പാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഗ്രൂപ്പിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഈ സിംഗിൾ എലമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇത് സൈക്ലിക്കാണ്, കാരണം ആകെ ഒരു എലമെൻറ്റേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു എലമെൻറ്റിനെ ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് സൈക്ലിക്കാണ്.
അപ്പോൾ എച്ച് ഈക്വൽ ടു ട്രിവിയൽ ഗ്രൂപ്പ് ആണെങ്കിൽ, എച്ച് ഈക്വൽ ടു സിംഗിൾട്ടൺ ഇ ആണെങ്കിൽ അത് ആൾറെഡി എന്താണ്, സൈക്ലിക് ഗ്രൂപ്പാണ്. നമുക്ക് കൂടുതലായി ഒന്നും പ്രൂവ് ചെയ്യണ്ട. ഇനി പ്രൂവ് ചെയ്യേണ്ടത് ഇഫ് എച്ച് നോട്ട് ഈക്വൽ ടു ഇ വരുമ്പോഴാണ്. ഇ മാത്രമല്ലാതെ അതിൻ്റെ അകത്ത് ഇ കൂടാതെ ബാക്കിയുള്ള എലമെൻറ്റ്സ് വരുമ്പോഴാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇഫ് എച്ച് ഇസ് ഈക്വൽ ടു ദ സിംഗിൾട്ടൺ ഇ, ദെൻ പ്രൂഫ് ഈസ് കംപ്ലീറ്റ്. നെക്സ്റ്റ്, ഇഫ് എച്ച് നോട്ട് ഈക്വൽ ടു ഇ, എച്ച് നോട്ട് ഈക്വൽ ടു ഇ എന്നാണെങ്കിൽ എച്ചിൽ ഇ കൂടാതെ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കാം. ദാറ്റ് ഈസ് നമ്മൾ എടുക്കാൻ പോണത് ലെറ്റ് എച്ച് ഈക്വൽ ടു x1, x2, x3 എക്സെട്ര, ഇങ്ങനെ ഒരുപാട് എലമെൻ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. കാരണം സിംഗിൾ എലമെൻ്റ് ആണെങ്കിൽ പ്രൂഫ് കംപ്ലീറ്റ് ആയി. ഇനി സിംഗിൾ എലമെൻറ്റിനെ കൂടാതെ, ഈനെ കൂടാതെ ബാക്കി എലമെൻറ്റ്സ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അങ്ങനെ വന്നു കഴിഞ്ഞാലും ഇതും ഒരു സൈക്ലിക് ഗ്രൂപ്പാണ് എന്ന് തെളിയിക്കണം. ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റ് എ എലമെൻറ്റ് ഇൻ എച്ച് സച്ച്, ആ എലമെൻ്റ് കൊണ്ട് ബാക്കി എല്ലാ എലമെൻറ്റ്സും ജനറേറ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരു എലമെൻ്റ് ഉണ്ട് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്കറിയാം എച്ച് എന്താണ്, ജിയുടെ സബ്സെറ്റാണ്. എച്ച് ജിയുടെ സബ്സെറ്റാണ്. എച്ചിലെ എലമെൻറ്റ്സ് ആണ് x1, x2, x3 എക്സെട്ര. ദാറ്റ് ഇംപ്ലൈസ് x1, x2, x3 എക്സെട്ര ഓൾസോ ബിലോങ്സ് ടു ജി. ജിയിൽ ആൾറെഡി ഈ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും അല്ലേ. പക്ഷേ ജി എന്താണ്, സൈക്ലിക് ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഇതിലെ എല്ലാ എലമെൻറ്റ്സിനെയും നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ ഏതാണോ ആ ജനറേറ്റർ വെച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, therefore x1, x2, x3 എക്സെട്ര ബിലോങ്സ് ടു ജി. ദാറ്റ് ഇംപ്ലൈസ് x1 ഈക്വൽ ടു സം a പവർ n1, x2 ഈക്വൽ ടു സം a പവർ n2, x3 ഈക്വൽ ടു a പവർ n3 എക്സെട്ര, xn ഈക്വൽ ടു a പവർ nn എക്സെട്ര അല്ലേ. എച്ചിലെ ഏത് എലമെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിലും എ വെച്ച് എന്തായാലും അത് ജനറേറ്റ് ചെയ്യും. കാരണം x1, x2, x3 എല്ലാം എന്താണ്, ജിയിലെ എലമെൻറ്റ്സ് ആണ്, ജിയിലെ ജനറേറ്ററാണ് എ. ദെയർഫോർ സം a പവർ n എന്തായിരിക്കും, ഇതിലെ ഓരോ എലമെൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, പക്ഷേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് എച്ചിലെ ഏതൊരു എലമെൻറ്റിനെയും എച്ചിലെ ഒരു എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ എച്ചിലെ എലമെൻറ്റ്സ് x1, x2, x3 എക്സെട്ര എച്ചിലെ എലമെൻറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്താണ്, a പവർ n1, a പവർ n2 എക്സെട്ര a പവർ n3 ഇങ്ങനത്തെ എയുടെ പവർ ആയിരിക്കും അല്ലേ. ഇനി നമ്മൾ ഇതിന്ന് ഒരു എലമെൻറ്റ് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിന്ന് ഈ എച്ചിലെ ഒരു എലമെൻറ്റിനെ നമ്മൾ ജനറേറ്ററായി സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അത് ഏതാ എലമെൻറ്റ്, a raised to t. a raised to t എന്ന ഒരു എലമെൻറ്റിനെ നമ്മൾ എച്ച് എന്ന് സെലക്ട് ചെയ്യാൻ പോവാണ്. എന്താണ് a raised to t യുടെ പ്രത്യേകത? a raised to t പറഞ്ഞു കഴിഞ്ഞാൽ ഈ t എന്നുള്ളത് t ഈക്വൽ ടു മിനിമം ഓഫ് n1, n2, n3 എക്സെട്ര. ദാറ്റ് ഈസ് ഇവിടെ x1 ഈക്വൽ ടു a n1, x2 ഈക്വൽ ടു a n2, x3 ഈക്വൽ ടു a n3 എക്സെട്ര. ഈ n1, n2, n3 ഇതെല്ലാം എന്താണ്, ഇൻഡിജേഴ്സ് ആണ് അല്ലേ. ഇത് 1 ആയിരിക്കാം, 2 ആയിരിക്കാം, 3 ആയിരിക്കാം, n2 എന്താ ഏതെങ്കിലും ഒരു ഇൻഡിജർ ആയിരിക്കാം. ഈ ഇൻഡിജർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ n1, n2, n3 ഇതെല്ലാം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് n1, n2 ഇതിലെ ഏറ്റവും മിനിമം നമ്പർ ഏതാണോ അതാണ് ഞാൻ t എന്ന് വിളിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ആ a raised to t ആണ് നമ്മൾ ജനറേറ്റർ ആയി എടുക്കാൻ പോണത്. നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഒരു എലമെൻറ്റിനെ സെലക്ട് ചെയ്യാൻ പോവാണ്. ആ എലമെൻറ്റിൻ്റെ പ്രത്യേകത a raised to t ഈക്വൽ ടു സം xi ആയിരിക്കും. ഓക്കെ, എന്താണ് അതിൻ്റെ പ്രത്യേകത? x1, x2, x3 ഇതെല്ലാം a കൊണ്ട് ജനറേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് a പവർ n1, a പവർ n2, a പവർ n3 എക്സെട്ര a പവർ nn ആയിരിക്കും. ഇതിലെ n1, n2, n3 എക്സെട്ര n ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഏറ്റവും മിനിമം നമ്പറാണ് t. ദാറ്റ് ഈസ് a പവർ t ആണ് നമ്മൾ ജനറേറ്ററായി എടുക്കാൻ പോണത്. ദാറ്റ് ഈസ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് a raised to t, ദ ജനറേറ്റിംഗ് സെറ്റ് a raised to t ഈക്വൽ ടു h. ഇതാണ് ഇനി പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, എന്താ ചെയ്തത്? എച്ചിലെ ഒരു എലമെൻറ്റ് ജനറേറ്റ് ആയി നമ്മൾ എടുക്കാൻ പോവുകയാണ്.
ഇനി അത് ജനറേറ്റിംഗ് എലമെൻ്റ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. നമ്മൾ ഇതിൽ നിന്ന് ഒരു എലമെൻ്റ് എടുത്തു, അത് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ a⁻t ജനറേറ്റിംഗ് സെറ്റ് ഈക്വൽ ടു h എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത്. ദാറ്റ് ഈസ് ഈ തന്നിട്ടുള്ള എലമെൻറ്റ്, നമ്മൾ എടുത്തിട്ടുള്ള എലമെൻറ്റ് എച്ചിനെ ജനറേറ്റ് ചെയ്യും എന്നാണ് ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊരു സെറ്റാണ്, ഇതൊരു സെറ്റാണ് അല്ലേ. രണ്ട് സെറ്റ് എ ഈക്വൽ ടു ബി എങ്ങനെ പ്രൂവ് ചെയ്യാം? എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പ്രൂവ് ചെയ്യണം, ബി സബ്സെറ്റ് ഓഫ് എ എന്ന് പ്രൂവ് ചെയ്യണം. ഇത് രണ്ടും പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എ ഈക്വൽ ടു ബി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ രണ്ട് സെറ്റ് എങ്ങനെ ഈക്വൽ ആണ് എന്നെങ്ങനെ പ്രൂവ് ചെയ്യാം? ഫസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടേ എ പവർ ടി, ദാറ്റ് ഈസ് എ ടി ജനറേറ്റിംഗ് സെറ്റ് എ ടി സബ്സെറ്റ് ഓഫ് എച്ച് എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. രണ്ടാമത്തേത് ദ എച്ച് സബ്സെറ്റ് ഓഫ് ദ ജനറേറ്റിംഗ് സെറ്റ് എ ടി, ഇതും നമുക്ക് പ്രൂവ് ചെയ്യണം. ഇത് രണ്ടും പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യാം? ദ ജനറേറ്റിംഗ് സെറ്റ് എ ടി ഈക്വൽ ടു എച്ച് എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് ഒന്നാമത്തെ ദാറ്റ് ഈസ് a⁻t സബ്സെറ്റ് ഓഫ് എച്ച് പ്രൂവ് വളരെ സിമ്പിളാണ്. കാരണം എ ബിലോങ്സ് ടു എച്ച് ആണ്, സോറി a⁻t ബിലോങ്സ് ടു എച്ച് ആണ്. കാരണം ഇതിലെ മിനിമം എലമെൻ്റ് ആണ്. a⁻t ബിലോങ്സ് ടു എച്ച് ആയതുകൊണ്ട് നമുക്കറിയാം a⁻t സ്റ്റാർ a⁻t, കാരണം ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ദെർഫോർ a⁻t സ്റ്റാർ a⁻t ആൾസോ ബിലോങ്സ് ടു എച്ച് ആയിരിക്കണം അല്ലേ. ഇതിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ടാവുക? a⁻t ഉണ്ടായിരിക്കാം, a⁻t എ സ്റ്റാർ a⁻t അതും എച്ചിലുണ്ടായിരിക്കണം. നെക്സ്റ്റ് a⁻t സ്റ്റാർ a⁻t സ്റ്റാർ a⁻t ഇങ്ങനത്തെ എലമെൻറ്റ്സ് അല്ലേ ഇതിലുണ്ടായിരിക്കുക. കാരണം ഇതുകൊണ്ട് ജനറേറ്റ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വീണ്ടും 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 ഓപ്പറേറ്റ് ചെയ്യുക, അതാണ് ഇതിൻ്റെ മീനിങ്. ജനറേറ്റിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ ഏതെടുത്ത് കഴിഞ്ഞാലും എച്ചിലുണ്ടായിരിക്കും. കാരണം എച്ച് എന്താണ്? സബ് ഗ്രൂപ്പാണ്, ക്ലോസ്ഡ് ആയിരിക്കണം, ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അതുകൊണ്ട് എച്ചിലുണ്ടായിരിക്കും അത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഇക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. കാരണം a⁻t എച്ചിലെ എലമെൻ്റ് ആണ്, എച്ച് എന്താണ്? സബ് ഗ്രൂപ്പാണ്. Therefore, the generating set AT also subset of H ആയിരിക്കും. ഫസ്റ്റ് ഇൻഇക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, ഇൻഇക്വാളിറ്റി അല്ല, സബ്സെറ്റ് റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. നെക്സ്റ്റ് ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എച്ച് സബ്സെറ്റ് ഓഫ് ദ ജനറേറ്റിംഗ് സെറ്റ് a⁻t. എച്ച് സബ്സെറ്റ് ഓഫ് ദ ജനറേറ്റിംഗ് സെറ്റ് a⁻t, ഇതാണ് ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതെങ്ങനെ പ്രൂവ് ചെയ്യാം? എച്ച് സബ്സെറ്റ് ഓഫ് a⁻t എന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാം? എങ്ങനെയാണ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പ്രൂവ് ചെയ്യാം? എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എയിലെ ഏതൊരു എലമെൻറ്റും ബിയിൽ ഉണ്ടായിരിക്കണം. അതാണ് സബ്സെറ്റ് എന്ന് പ്രൂവ് ചെയ്യുക അല്ലേ. നമ്മൾ എയിലെ ഏതൊരു എലമെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അത് ബിയിൽ ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എയിലെ ഒരു എലമെൻ്റ് എടുക്കാൻ പോവാണ്, ഒരു ആർബിറ്ററി എലമെൻ്റ് എടുക്കാൻ പോവാണ്. എയിലെ ഒരു എലമെൻറ്റ് ആർബിറ്ററി ചൂസ് ചെയ്യാൻ പോവാണ്. ലെറ്റ് ബി ബിലോങ്സ് ടു എച്ച്, ആർബിറ്ററി എലമെൻറ്റ് ബി എന്നെടുത്തു. ബി ബിലോങ്സ് ടു എച്ച്, എച്ച് ഈസ് ആൾസോ സബ്സെറ്റ് ഓഫ് ജി, ദെൻ ബി ഈക്വൽ ടു സം എ പവർ എസ് ആയിരിക്കും. കാരണം വീണ്ടും പറയേണ്ടതില്ല, എ എന്താണ്? ജനറേറ്റിംഗ് എലമെൻറ്റ് ഇൻ ജി ആണ്. ദെർഫോർ ബി എന്നുള്ളത് എച്ചിലെ എലമെൻ്റ് ആയതുകൊണ്ട് അത് ജിയിലെ എലമെൻറ്റും ആയിരിക്കും. ദെർഫോർ ബി ഈക്വൽ ടു സം എ എസ് ആയിരിക്കും. ഓക്കെ, നമുക്ക് രണ്ട് എലമെൻറ്റ് നമുക്കറിയാം, ഒന്ന് a⁻t, രണ്ടാമത്തെ ബി. ഈ എസ്സും ടിയും എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? എസ്സും ടിയും എന്തെങ്കിലും റിലേഷൻ ഉണ്ടാവോ? നമുക്കറിയാം a⁻t എങ്ങനെ ചൂസ് ചെയ്തേ? എച്ചിലെ എലമെൻറ്റ്സ് ആണ്. എച്ചിലെ എലമെൻറ്റ്സിലെ ഏറ്റവും ലീസ്റ്റ് പവർ ഏറ്റവും ലീസ്റ്റായി വരുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു a⁻t ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ a⁻t നമുക്ക് ചൂസ് ചെയ്തിട്ടുള്ളത് എച്ചിലെ എലമെൻറ്റ്സ് എല്ലാം കൺസിഡർ ചെയ്തു, അതിലെ എയുടെ പവർ ഏറ്റവും മിനിമം വരുന്ന രീതിയിലാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. എന്താണ് ബി? ബി എന്നുള്ളത് ആർബിറ്ററി നമ്മൾ എന്ത് ചെയ്തു? ഒരു സം എലമെൻറ്റ് ഇതിന്ന് ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എസ്സും ടിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? എസ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? സം ക്യൂ ടി പ്ലസ് ആർ എന്ന് എഴുതാം അല്ലേ. നമുക്ക് ഇവിടെ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് സംശയം വരിക. ഞാൻ ഒരു എസ് ടി ഈക്വൽ ടു 3 എഴുതി, എസ് ഈക്വൽ ടു 7 എഴുതി.
അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? ഈ 7 എന്ന എലമെൻറ്റിനെ നമുക്ക് വേണമെങ്കിൽ 2 × 3 + 1 എന്ന് എഴുതാം. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും നമ്പർ 4ഉം 10ഉം കിട്ടി വിചാരിക്കാം. s = 4ഉം s = 10ഉം 4 = t ഉം ആണെങ്കിൽ എങ്ങനെ എഴുതാം? 10 = 2 × 4 + 2 ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ എസ്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. s = qt. q ഈസ് എനി ഇൻറ്റിജർ t + r പറഞ്ഞു കഴിഞ്ഞാൽ റിമൈൻഡർ അല്ലേ? ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡറാണ് 1. 10നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡറാണ് 2. അപ്പോൾ എസ്സും ടിയും 2 ഇൻറ്റിജർ ആണെങ്കിൽ എസ്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ r എന്തായിരിക്കും? r 0 മുതൽ ഏത് വരെ വരാം? r വാരി ഫ്രം 0 മുതൽ t വരെ സ്ട്രിക്ട്ലി ലെസ് ദാൻ t ആയിരിക്കും. ഇതുവരെ വാരി ചെയ്യാം. ഓക്കെ, ദെൻ as s = ഇതാണെങ്കിൽ as നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് as = a പവർ qt + r എന്ന് എഴുതാം. എന്താണ് a പവർ qt + r? ദാറ്റ് ഈസ് a qt × ar. a പവർ qt × ar. ദെൻ എന്താണ് ar? ar = ഇതിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ as × a - qt. a - qt എന്താണ് a - qt? ദാറ്റ് ഈസ് a പവർ s a പവർ -q ഹോൾ പവർ t ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ at - q ഇങ്ങനെ എഴുതാം. ഓക്കെ, എന്നാൽ നെക്സ്റ്റ് പേജിൽ എഴുതാം. ദാറ്റ് ഈസ് s = നമ്മളെന്ത് എഴുതി? s = സം qt + r എന്ന് എഴുതി. നമുക്കറിയാം as = a × qt + r ആയിരിക്കും. ദാറ്റ് ഈസ് ദിസ് = a qt × ar. നെക്സ്റ്റ് എന്താണ് ar ഇവിടെ നിർത്തി ഇതിനെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ as / a പവർ qt that's equal to ar. That is ar = a power s into a power - qt that equal to as into എന്താണ് as? തൊട്ട് മുന്നേ നമ്മൾ എഴുതിയിട്ടുണ്ട് as. That is b into a power t - q ഇങ്ങനെ എഴുതാം അല്ലേ? b into a power t - q. നമുക്കറിയാം b belongs to h ആണ്. b belongs to h. b എന്താണ്? എച്ചിലെ ഒരു എലമെൻ്റാണ് നമ്മൾ എടുത്തുള്ളത്. നെക്സ്റ്റ് a⁻t ഹോൾ പവർ -q ഇതും എച്ചിലുണ്ടായിരിക്കും. കാരണം a⁻t ജനറേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു എലമെൻ്റ് ആണ് a⁻t - q. 2 എലമെൻറ്റ് എച്ചിലെ 2 എലമെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് 2 ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എലമെൻറ്റും എന്തായിരിക്കും? എച്ചിലുണ്ടായിരിക്കും. ദാറ്റ് ഇംപ്ലൈസ് b into a power t whole power - q also belongs to h. That implies ar belongs to h. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തായിരുന്നു? at എന്നുള്ളത് t എന്തായിരുന്നു? t an1 an2 an3 എക്സെട്ര ann ഇങ്ങനെ n1 n2 n3 n4 എക്സെട്ര എല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ അതിലെ ഏറ്റവും മിനിമം വാല്യൂ ഏതാണോ അതാണ് നമ്മൾ ടി എടുത്തിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് at എന്താണ്? ഇങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും മിനിമം വാല്യൂ ആണ് ടി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇപ്പോൾ കിട്ടിയെന്താണ്? ar ബിലോങ്സ് ടു എച്ച് എന്നാണ്. പക്ഷേ ഇവിടെ ആർ എന്താണ്? ആർ ദാറ്റ് ഈസ് ആറിൻ്റെ റേഞ്ച് 0 < r സ്ട്രിക്ട്ലി t എന്നാണ്. ടീനേക്കാളും ചെറിയ ഒരു ഇൻറ്റിജറാണ് ആറ് അല്ലേ? അത് നമ്മൾ തൊട്ട് മുന്നേ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രീതിയിലാണ് ആർ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആറും എന്തുണ്ട്? എച്ചിലുണ്ട് എന്നാണ് കിട്ടിയിട്ടുള്ളത്. ar എച്ചിലുണ്ട് എന്നാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ മീനിങ് എന്താ? at നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് ഏറ്റവും മിനിമം വരുന്ന രീതിയിലാണ്. പക്ഷേ നമുക്ക് കാൽക്കുലേഷൻ ചെയ്ത് കിട്ടിയപ്പോൾ ആറും ഇതിലുണ്ട് എന്ന് കിട്ടി. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ തൊട്ട് മുന്നത്തേന് കോൺട്രഡിക്ഷൻ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ എടുത്തിട്ടുള്ളത് ഏറ്റവും മിനിമം നമ്പർ കിട്ടുന്ന ni ആണ് ടി.
ദാറ്റ് ഈസ് എ ടി നമ്മൾ ജനറേറ്ററായി എടുത്തിട്ടുള്ളത്. ഇതിലെ ടി എന്നുള്ളത് N1 N2 N3 എക്സെട്ര കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും മിനിമം എലമെൻ്റ് ആണ്. പക്ഷെ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എ ആർ ബിലോങ്സ് ടു എച്ച് കിട്ടി. ഈ ആർ എന്താണ്? ടീനേക്കാളും ചെറുതാണ്. ടീനേക്കാളും ചെറിയ ഒരു നമ്പർ ഒരിക്കലും ഇതിലുണ്ടാവാൻ പാടില്ല. കാരണം ഏറ്റവും ചെറുത് എ റേസ് ടു ടി എന്നാണ് നമ്മൾ എടുത്തുള്ളത്. ദെർഫോർ ഇത് നമ്മുടെ തൊട്ട് മുന്നത്തെ അസംഷന് എന്ത് ചെയ്യും? കോൺട്രഡിക്റ്റ് ചെയ്യും. ദെർഫോർ ഇവിടെ ഈ എ ആർ എന്തായിരിക്കണം? 0 ആയിരിക്കണം. 0 അല്ലെങ്കിൽ കോൺട്രഡിക്റ്റ് ചെയ്യും. ദെർഫോർ ആർ ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് ആർ ഈക്വൽ ടു 0. എ ആർ ഈക്വൽ ടു 0 ആണെങ്കിൽ എ എസ് എന്തായിരിക്കും? എ എസ് ഈക്വൽ ടു ക്യു എ പവർ ക്യു ടി ആയിരിക്കും. ദാറ്റ് ഈസ് എ പവർ ടി ഓൾ പവർ ക്യു ആയിരിക്കും. ദാറ്റ് ഇംപ്ലൈസ് എ എസ് ബിലോങ്സ് ടു എ ടി. That is B equal to AS belongs to AT. That implies B belongs to EAT. എന്താ നമ്മളെടുത്തേ? ഒരു ആർബിറ്ററി എലമെൻറ്റ് ചൂസ് ചെയ്തു. ബി ബിലോങ്സ് ടു എച്ച് എടുത്തു. നമുക്ക് കിട്ടിയിട്ടുള്ള എന്താണ്? ബി ഓൾസോ ബിലോങ്സ് ടു എ റേസ് ടു ടി. ഓക്കെ. ദെർഫോർ എ ടി സബ്സെറ്റ് ഓഫ് എച്ച് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് എച്ച് സബ്സെറ്റ് ഓഫ് എ റേസ് ടു ടി. ഈ രണ്ട് ഇൻഇക്വാലിറ്റി നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് എ റേസ് ടു ടി ഈക്വൽ ടു ദ ജനറേറ്റിംഗ് സെറ്റ് എ റേസ് ടു ടി ഈക്വൽ ടു ദ സെറ്റ് എച്ച്. ഓക്കെ. ദെർഫോർ എവരി cyclic group, every subgroup of cyclic group also cyclic. ഓക്കെ. അപ്പോൾ അടുത്ത ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.